നമസ്കാരം, ഞാൻ ബൈജു എന്നാണ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മഹീന്ദ്ര 700 ഇന്ത്യയിൽ മഹീന്ദ്രയുടെ ജാതകം തിരുത്തി കുറച്ച് വാഹനമാണെന്ന് പറയാം. ആ മോഡലിൻ്റെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് 7XO. 7XOയുടെ ഈ ഒരു വോക്ക് ഓൺ വീഡിയോ വേണ്ടി ഞാൻ നിൽക്കുന്നത് ജയ്സാൽമീറിലാണ്, രാജസ്ഥാനിൽ. നല്ല തണുപ്പുള്ള ഒരു യാത്രയിൽ. നാളെയാണ് ഇതിൻ്റെ ഡ്രൈവ്. 8-ാം തീയതി വളരെ വിശദമായൊരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒന്ന് ഓടി നടന്ന് വാഹനം കാണാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബേസിക്കലി ആ ഒരു രൂപം നിലനിർത്തിക്കൊണ്ടുള്ള മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7XOയിൽ രൂപം കുറേയൊക്കെ മാറി, അതുപോലെ തന്നെ ഇൻറ്റീരിയർ പാടെ മാറി, അതുപോലെ തന്നെ പേര് പാടെ മാറി. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ 7XOയുടെ മുൻഭാഗത്ത് പ്രധാനമായിട്ടും ഗ്രില്ലിൽ വന്നിരിക്കുന്ന മാറ്റം നോക്കുക. ഇങ്ങനെ പിയാനോ ബ്ലാക്ക് ഫിനിഷും ഈ ഒരു സ്റ്റീൽ ഫിനിഷും ഒക്കെ വന്നിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടുണ്ട്. താഴത്തെ ഭാഗവും പാടെ മാറി, അതുപോലെ തന്നെ താഴെ ഈ തരത്തിലുള്ള ഐസ് ക്യൂബ് ടൈപ്പ് ഫോഗ് ലാമ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ വളരെ ഷാർപ്പായിട്ടുള്ള ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സിഗ്നേച്ചർ DRL നിലനിർത്തിയിട്ടുണ്ട്. ഏതായാലും മുൻഭാഗത്തെ കട്ടുകളും ക്രീസുകളും ഒക്കെ വളരെ വ്യത്യസ്തമായി മാറിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അതിലൊക്കെ ഒരു ഭംഗിയും ആ ഒരു അത്ലറ്റിക് ആ ഒരു ലുക്ക് നിലനിർത്തിക്കൊണ്ടുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ അലോയ് വീലിൻ്റെ ഡിസൈൻ പാടെ മാറിയിട്ടുണ്ട്. 19 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വശക്കാഴ്ചയിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല. നമ്മൾ പഴയ ആ ഒരു XUV 700 ഏതാണ്ട് ആ രൂപം നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ AX7L എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻ്റെ വേരിയൻറ്റിൽ നമ്മൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡോറൊക്കെ അൺലോക്കായി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഇതിൽ പറയാനില്ല. എനിക്കൊന്ന് രൂപ ഏതാണ്ട് അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള മാറ്റങ്ങളാണ് എന്നുള്ള കാര്യമാണ്. എന്തായാലും നല്ല ഭംഗിയുള്ള കട്ടുകളും ക്രീസുകളും. ഈ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗം എപ്പോഴും XUV 700 ഈ ഒരു ഭാഗമായിരുന്നു. അതൊക്കെ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഗ്ലാസ് ഏരിയ ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഉൾഭാഗത്ത് ഇപ്പോൾ സൺ ബ്ലൈൻഡൊക്കെ വന്നിട്ടുള്ള കാര്യം കാണാം. അത് ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും കാര്യമായ മാറ്റമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പിൻഭാഗത്ത് ഇപ്പോൾ ഒരാൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് കഴിഞ്ഞിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നേ ഉള്ളൂ. അഡ്രിനോക്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ അത് തന്നെയാണ് മഹീന്ദ്ര പുതിയ വാഹനങ്ങളെല്ലാം ഉള്ളത്. അതാണ് അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. പിൻഭാഗത്തേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു പിൻഭാഗം വളരെ ഗംഭീരമായിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ വളരെ ഒഴുകി പോകുന്ന രീതിയിലുള്ള ലൈനുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായി. XUV 7XO എന്നുള്ള ആ ഒരു ബാഡ്ജിങ് നീട്ടി കൊടുത്തിരിക്കുന്നു. ഇത് ടോപ്പിൻ്റെ മോഡൽ തന്നെയാണ്. AX7L എന്ന് പറയുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. അതാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഇപ്പോൾ ഇരിടത്ത് കാണാമെന്ന് അറിഞ്ഞുകൂടാ, എന്നാൽ ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള ചില ഡിസൈൻ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഈ കാണുന്ന ഒരു അലൂമിനിയം സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. LED ടെയിൽ ലാമ്പ് മനോഹരമെന്ന് തന്നെയാണ് പറയേണ്ടത്. അത് മുൻഭാഗത്ത് കാണുന്ന DRLൻ്റെ ഏതാണ്ട് ഒരു രൂപത്തിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ സാമാന്യം വലിയ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, അതുപോലെ തന്നെ ഷാർക്കിന് ആൻറ്റിന, പിന്നെ ഡീഫോഗർ, അതുപോലെ തന്നെ ഒരു വൈപ്പറും കൊടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് പിൻഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ. എന്തായാലും മൊത്തത്തിൽ കാഴ്ചയിൽ കുറേ കൂടി കുറേ എന്താ പറയുക, ഒരു മസിൽമാൻ്റെ ലുക്ക് വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുമുണ്ട്. എന്നാൽ ഒരേ സമയത്ത് തന്നെ രണ്ട് തരത്തിലുള്ളൊരു ഡിസൈൻ രീതിയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അകത്തിരിക്കുന്ന ആളെ ഇറങ്ങിയിട്ട് നമുക്കൊന്ന് ഉൾഭാഗത്തോട് കയറി നോക്കാം. XUV 700 വന്നപ്പോഴും നമ്മളെ അമ്പരപ്പിച്ചൊരു കാര്യം അതിൻ്റെ ഇൻറ്റീരിയർ ആയിരുന്നു. ഇൻറ്റീരിയർ ക്വാളിറ്റി മാത്രമല്ല, ഇൻറ്റീരിയർ ഫീച്ചേഴ്സ്. നമ്മളൊരു ഇന്ത്യൻ വാഹന നിർമ്മാതാവിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കായിരുന്നു ഇൻറ്റീരിയർ ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ഏറ്റവും പുതിയ 7XO വന്നപ്പോൾ അതിൻ്റെയൊക്കെ 3-4 മടങ്ങ് ഫീച്ചേഴ്സുമായിട്ടാണ് മഹീന്ദ്ര വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾ കാണുന്നത് ഒരു 3 സ്ക്രീനുകളാണ്. 31.24 സെൻറ്റിമീറ്ററിൻ്റെ 3 സ്ക്രീനുകൾ. തകർപ്പൻ സ്ക്രീനുകളെന്ന് മാത്രമല്ല, ഇതിലിപ്പോൾ നിങ്ങളൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 3 സ്ക്രീനിലും പ്ലേ ചെയ്യാം. ആ രീതിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ക്രീനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന AX7L എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൻ്റെ വേരിയലാണ്. ഇതിൽ ഡോൾബി അറ്റ്മോസും അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അതൊരു തിയേറ്ററിൽ കയറുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് അങ്ങേയറ്റം ഗംഭീരമായൊരു തിയേറ്റർ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നുള്ള കാര്യം സംശയമില്ല. പിന്നെ സ്ഥിരമുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിട്ടുള്ള കാര്യങ്ങളും അത്ര എല്ലാ കാര്യങ്ങളും, പിന്നെ ADASൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സും പിന്നെ 72 സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ എല്ലാം പല കാര്യങ്ങളും നമുക്ക് ഇതിലാണ് സെറ്റ് ചെയ്യാവുന്നതും ഇതിലാണ് നമുക്ക് കൂടുതലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാം തന്നെ. കളേഴ്സ് നോക്കുമ്പോഴത്തേക്കും വളരെ മനോഹരമായ കളേഴ്സാണ്. പക്ഷേ വൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചെളിയാന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊരു ചെറിയൊരു മണ്ണിൻ്റെ നിറം എന്ന് വിളിക്കാവുന്നൊരു നിറമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 16 സ്പീക്കേഴ്സിൻ്റെ ഹാമൻ ഗാർഡൻ സിസ്റ്റം ഉണ്ട് കേട്ടോ. അതും ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തകർപ്പൻ സംഭവമാണ്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കധികം എന്താ പറയുക ബട്ടണുകളൊന്നും കാണാനില്ല, ഇതിലാണ് ഒതുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ താഴെ ഭാഗങ്ങളൊക്കെ വളരെ ക്ലീനാണ് എന്നാണ് പറയേണ്ടത്. ഇവിടെ ഒരു ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അതിൻ്റെ ചെറിയ സെറ്റിങ്സ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നത്. പിന്നെ ഡ്രൈവ് മോഡിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 540 ഡിഗ്രി ക്യാമറയാണ്. നമ്മളെപ്പോഴും കാണുന്ന പോലെയുള്ള 360 മാറ്റി ഇപ്പം വർക്ക് ചെയ്യുന്നില്ലെന്ന് അതായത് ഇതിപ്പം ഓണല്ല, ഡൗൺ ആണ്. അപ്പോൾ 540 ഡിഗ്രി ക്യാമറയാണ്. കൂടാതെ അഡാസിൻ്റെ ഫീച്ചേഴ്സിൽ പോലും
മുന്നിലെ ക്യാമറയ്ക്കുള്ള വൈഡൊക്കെ ആക്കിയിട്ടുണ്ട്. അത്തരം കുറേ കാര്യങ്ങൾ നമുക്കിനി ഡ്രൈവിലാണ് പറയേണ്ടത്. പിന്നെ AX7L എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ മുന്നിലും പിന്നിലും വെന്റിലേറ്റഡ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ കുഷനിങ് ഒക്കെ ഗംഭീരമെന്നാണ് പറയേണ്ടത്. ഇതിപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ ഗിയർ ലിവറൊക്കെയാണ് കാണുന്നത്. ഇവിടെയൊക്കെ കപ്പ് ഹോൾഡേഴ്സും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഈ സ്ക്രീനിലെ പല കാര്യങ്ങളും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു റോട്ടറി സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡറും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലാണെങ്കിൽ ഒരു സിംഗിൾ സ്പോക്കാണ്, നല്ല രസമുണ്ട് അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു രീതിയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഡിസ്പ്ലേ സ്ക്രീൻ നമുക്കിവിടെ കാണാം. സീറ്റുകൾ 6 വേ അഡ്ജസ്റ്റബിളാണ്. മെമ്മറി നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. അത് ഈ AX7L എന്ന് പറയുന്ന വേരിയൻറ്റിലാകുമ്പോഴത്തേക്കും മുൻഭാഗത്ത് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക്കലി നമുക്ക് എന്താണ് പവേർഡായിട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് പറയാം. പിന്നെ ഉൾഭാഗത്ത് സ്പേസിനൊന്നും യാതൊരു മാറ്റവുമില്ല. അതെല്ലാം പഴയ അതേ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിലൊന്നും മാറ്റം ഇല്ല. പക്ഷേ ഇവിടെ വളരെ വിശാലമായ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റിങ്സൊക്കെ മൊത്തം മാറ്റി എന്നുള്ളതാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്ന ചില ഡാവിഞ്ചി എന്തോ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നാളെ വിശദമായി ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇവിടെ ബോസ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തിരിക്കുന്നയാൾക്ക് 4 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ബോസ് സീറ്റ് കൊടുത്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിൻഭാഗത്തിരിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിലും ഇതിൻ്റെ ഈ ഡോർ പാഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ രസമായിട്ടുണ്ട്. അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സും അത്തരം കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി സെക്കൻഡ് റോ സീറ്റിലും കൂടി ഒന്ന് കയറിയിരിക്കാം. ഇതിപ്പോൾ സാധാരണ പോലെ തന്നെ ഒരു 3 റോയിലാണ് വന്നിരിക്കുന്നത്. 3 റോ സീറ്റുകളുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു ഡിവൈസ് ഇതിൽ കണക്ട് ചെയ്യാം. അതായത് ഒരു സ്ക്രീൻ ഇവിടെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള മൗണ്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈവൻ ആംബിയൻ ലൈറ്റിംഗ് പോലും മുൻഭാഗത്തും പിൻഭാഗത്തും സെപ്പറേറ്റായിട്ട് ഉപയോഗിക്കാം. വേറൊരു കാര്യം ഞെട്ടിക്കുന്ന കാര്യത്തോട് പറയാം, 15 മില്യൺ കളേഴ്സാണ് ആംബിയൻ ലൈറ്റിൽ നമുക്ക് മിക്സ് ചെയ്തൊക്കെ നമുക്ക് തന്നെ വേണ്ട മേക്ക് യുവർ ഓൺ കളർ എന്നൊക്കെ പറഞ്ഞുള്ള കളേഴ്സൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. പിൻഭാഗത്ത് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ വയർലെസ് ചാർജിങ് പിൻഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു കപ്പ് ഹോൾഡർ അത് കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്തെ പോലെ തന്നെ വളരെ കംഫർട്ടബിളുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വളരെ തൈ സപ്പോർട്ടുള്ള സീറ്റുകൾ. പിൻഭാഗത്തൊക്കെ നമ്മൾ ഇന്ന് കിടക്കുന്നില്ല, നമുക്ക് നാളെ വിശദമായ ടെസ്റ്റ് ഡ്രൈവിൽ കിടക്കാം. എന്തായാലും ഉൾഭാഗം എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. നമ്മുടെ ഒരു ഇന്ത്യൻ വാഹന നിർമ്മാതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങേയറ്റമാണ്. ഇവിടെ ഈ ഒരു ടോപ്പിൻ്റെ വേരിയൻറ്റിൽ ഇങ്ങനെ ഉയർത്തി വയ്ക്കാവുന്ന സൺബ്ലൈൻഡ് പോലുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു സന്തോഷം തോന്നുന്ന ഒരു വാഹനം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം മഹീന്ദ്രയിൽ നിന്നും കിട്ടാവുന്നതിൻ്റെ ഒരു മാക്സിമമാണ് ഇപ്പോൾ അവർ തന്നിരിക്കുന്നത്. ആ രീതിയിൽ ടെക്കായാലും സേഫ്റ്റി ആയാലും നിർമ്മാണ നിലവാരമായാലും എല്ലാം തന്നെ അങ്ങേയറ്റമുണ്ട്. കൂടാതെ ഞാൻ പറയല്ലോ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കാര്യമായ മാറ്റം വേറെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇരുട്ടത്ത് നിന്നിട്ട് കുറേ ലൈറ്റുകളുടെ നടുവിൽ നിന്നുള്ള ഈ ഒരു റിവ്യൂ ഒട്ടും ശരിയായില്ല എന്നെനിക്കറിയാം. പക്ഷേ നമുക്ക് നാളെ വിശദമായി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ വിശദമായ വീഡിയോയ്ക്ക് മുമ്പുള്ള ഒരു ചെറിയ വാക്കൗണ്ടായിട്ട് കരുതിയാൽ മതി. അതുകൊണ്ട് തന്നെ വിശദമായി എല്ലാം തന്നെ പറയാൻ നമുക്ക് സാധിച്ചിട്ടുമില്ല. എങ്കിൽ പോലും വിലയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 13.66 ലക്ഷം രൂപയിലാണ് ഇതിൻ്റെ വില ആരംഭിക്കുന്നത്. അത് ഏറ്റവും എൻട്രി ലെവൽ മോഡലിൻ്റെ പെട്രോൾ മാനുവലിൻ്റെ വിലയാണ്. അത് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഈ AX7 എന്ന് പറഞ്ഞ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 22 ലക്ഷത്തിന് മുകളിലേക്ക് എത്തുന്നു വില. മറ്റൊരു കാര്യമുള്ളത് 40,000 ആദ്യത്തെ 40,000 യൂണിറ്റുകൾക്ക് മാത്രമാണ് ഈ വില. അതിനുശേഷം വില വർദ്ധിക്കുമെന്നുള്ള കാര്യവും കമ്പനി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉൾഭാഗമാണ് ഞെട്ടിച്ച് കളഞ്ഞത്. ഉൾഭാഗത്ത് ഒരു സിനിമാ തിയേറ്ററിനുള്ളിൽ കയറുന്ന അതേ പ്രതീതിയാണ് നമുക്ക് കിട്ടുക. ആ രീതിയിലുള്ള ഫീച്ചേഴ്സ് എല്ലാം കൊടുത്ത് ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു XUV700 വന്നിരിക്കുന്ന ഈ മാറ്റം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര സ്വാഗതാർഹമായ മാറ്റം തന്നെയാണ്. ഇത് ഗംഭീരമായിട്ട് വിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മഹീന്ദ്രയുടെ ഇന്ത്യയിലെ ഒരു ജാതക നിർണ്ണയിച്ചത് തന്നെ XUV700 ആണ്. അത്രയും മനോഹരമായ വെഹിക്കിളായിരുന്നു. അതിൻ്റെ സസ്പെൻഷൻ ആയാലും അതിൻ്റെ എഞ്ചിൻ്റെ റിഫൈൻമെൻ്റ് ആയാലും എല്ലാം തന്നെ അതെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. എഞ്ചിനിൽ മാറ്റമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത്. എന്നാലും വിശദമായ ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് 8-ാം തീയതി കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഈ തണുത്ത് വിറച്ച് ജയ്സാൽമീറിൽ നിന്നും ബൈ.